കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് അത് കല്ലുത്താൻ കടവിലേക്ക് മാറ്റാനുള്ള തീരുമാനം ഒരുപാട് വിവാദമുണ്ടാക്കിയതാണല്ലേ. ഈ വ്യാപാരികളുടെ പ്രശ്നങ്ങളും കെട്ടിടത്തിന്റെ ഒരുക്കങ്ങളും പൂർത്തിയാവുന്നതിനൊക്കെ മുമ്പ് മുഖ്യമന്ത്രി എത്തി അവിടെ ഉദ്ഘാടനം നടത്തിയിരുന്നു. വ്യാപാരികൾ അന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം, ആ ഒരു ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് തന്നെ അവിടെ ഉയർന്ന പ്രതിഷേധമൊക്കെ ഒരുപാട് നമ്മൾ ആ സമയത്ത് സംസാരിച്ചതുമാണ്. ഇപ്പോഴും ആ വ്യാപാരികളൊക്കെ തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനമൊക്കെ നടത്തിയതാണ് കല്ലുത്താൻ കടവ് പച്ചക്കറി മാർക്കറ്റ്. ശരിയാണ്, മുൻഭാഗം പെയിന്റ് അടിച്ച് മുഖമൊക്കെ മിനുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അകത്ത് പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. വയറിംഗ്, പെയിന്റിംഗ്, ലിഫ്റ്റ് നിർമ്മാണം എല്ലാം നടക്കുന്നു. തിരഞ്ഞെടുപ്പാകുമ്പോൾ വികസനം ഒരു പ്രധാന പ്രചരണ വിഷയമാണ്. അതിനനുസരിച്ച് ഉദ്ഘാടനങ്ങളുടെ എണ്ണവും കൂട്ടേണ്ടി വരും. അപ്പോൾ പിന്നെ പണി പൂർണ്ണമായി കഴിഞ്ഞാലെന്ത്, കഴിഞ്ഞില്ലെങ്കിലെന്ത്? ഇതിനു പുറമെയാണ് മാർക്കറ്റ് മാറ്റുന്നതിനെതിരെയുള്ള വ്യാപാരികളുടെ പ്രതിഷേധം. വ്യാപാരികളുടെ താല്പര്യങ്ങളൊന്നും സംരക്ഷിക്കപ്പെടുന്നില്ലെന്നാണ് വിമർശനം. പണ്ടത്തെ നല്ലൊരു ഭാഗം കച്ചവടം ഇല്ല ഇപ്പോൾ ഇവിടെ. ഇത് അവിടേക്ക് മാറുകൂടി ചെയ്താൽ തീരെ കച്ചവടം ഉണ്ടാവില്ല. ആളുകൾ അങ്ങോട്ട് വരില്ല എന്നുള്ള ഉറപ്പ്. ആളുകൾക്ക് ഇപ്പോൾ അത്രയും സൗകര്യം നോക്കിയിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ബസ് സ്റ്റാൻഡ് ഇവിടെയാണ്. ഇപ്പോൾ അവിടുന്ന് ഒരു കിലോ സാധനം, 1 കിലോ സാധനം മേടിക്കും ആൾക്കാർ ബസ്, പിന്നെ ഓട്ടോ വിളിച്ച് വരണം. അപ്പോൾ ട്രാവൽ ചാർജ് ആയി കൂടൂലേ? അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ആളൊരു ബുദ്ധിമുട്ട് തന്നെ, അവിടെ കച്ചവടം നടക്കുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് വ്യാപാരികൾ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു. പക്ഷേ എല്ലാം വികസന പട്ടികയിൽ നിരത്തുകയാണ് കോർപ്പറേഷൻ ഭരണസമിതി. വ്യാപാരികൾക്ക് അവരുടെ നിത്യവൃത്തിക്കുമേൽ ഉരുണ്ടുകൂടിയ ആശങ്കയുടെ കാർമേഘമാണ് കല്ലുത്താൻ കടവ് മാർക്കറ്റ്. ഒന്നും പൂർണ്ണമായി പരിഹരിക്കാതെ നടത്തിയ ഉദ്ഘാടനം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഒരു അക്കം മാത്രം. ജോം ടി കെക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.